നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് ഷോ നടന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെയും PBM വിദ്യാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ലഹരിവിരുദ്ധ റോബോട്ടിക് ഷോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. വിദ്യാസമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്ത് സംസ്കാര സമ്പന്നതയും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ആശയമൂല്യങ്ങളോടെ പ്രവർത്തിക്കണം. ലഹരി മനുഷ്യനെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന ക്യാൻസറാണ്. അത് ഇല്ലാതാക്കണമെങ്കിൽ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ നാം ഓരോരുത്തരും നാടിന്റെ നാശത്തിന് വിപത്തായ ലഹരിയെ തുടച്ചുമാറ്റണമെന്ന് അബ്ദുള്ള കുഞ്ഞി കുട്ടികളോട് പറഞ്ഞു. ഇബ്രാഹിം നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുതുതായി ചാർജെടുത്ത PBM പ്രിൻസിപ്പൽ വിദ്യ PC സ്വാഗതം പറഞ്ഞു. നൂതന സാങ്കേതിക വിദ്യയിൽ ലയിച്ചു ചേർന്ന ഒരു ആധുനിക യുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ലോകത്ത് മനുഷ്യനേക്കാൾ വെല്ലുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യനിർമ്മിതമായ റോബോട്ട് പ്രവർത്തിക്കുന്നതെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാനഗർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്നു. റോബോട്ടിന്റെ സാധ്യതകളും ലഹരി എന്ന മഹാവിപത്തിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. മധുര ജീവിതം സഫലമാകണമെങ്കിൽ അകതാരിൽ നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു പ്രതിജ്ഞയുണ്ടാകണമെന്നും ലോകത്തിന്റെ വഴിവിളക്കാണ് നിങ്ങൾ വിദ്യാർത്ഥികളെന്നും ഇരുട്ടാക്കുന്ന ലഹരിയെ നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കണമെന്നും ഇൻസ്പെക്ടർ കുട്ടികളോട് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നടന്നത് PBMന്റെ ചരിത്രത്തിലെ അഭിമാന നിമിഷമെന്ന് അഡ്മിനിസ്ട്രേറ്റർ മക്കാർ മാഷ് പറഞ്ഞു. സാങ്കേതിക വിദ്യയിൽ മുങ്ങിത്താഴുന്ന പുതിയ തലമുറയ്ക്ക് പുത്തൻ ഉണർവ് ഇതുമാത്രം ആകരുത്. ലഹരിയെ ഇല്ലാതാക്കാനുള്ള ആർജവവും നിങ്ങളിൽ ഉണ്ടാക്കണമെന്ന് മക്കാർ മാഷ് കൂട്ടിച്ചേർത്തു. PTA വൈസ് പ്രസിഡന്റ് സലാം സിർക്കള, ഹുസൈൻ ബേർക്ക, അൻഷിഫ അർഷാദ്, പുരുഷോത്തമൻ നായർ, രമ ടീച്ചർ, സുജാത ടീച്ചർ, പിങ്കളാക്ഷി ടീച്ചർ, ആയിഷ പൂവൽ എന്നിവർ ആശംസകൾ അറിയിച്ച ഈ പരിപാടിയിൽ JRC കോർഡിനേറ്റർ ജയരാജൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.